ഇൻട്രോ വീഡിയോ കണസാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട്. മറ്റാളെ കിട്ടിയിട്ട് വീഡിയോ ചെയ്യൽ ഈ അടുത്ത കാലത്തൊന്നും നടക്കില്ല. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ട്. അയൽവക്കത്തു നിന്നുള്ള ആൾ ഇടിച്ചക്ക കൊണ്ടുവന്നാണ് നിൽക്കുന്നത്. അവിടെ കട്ട് ചെയ്ത് നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി, സാധാരണ ഞങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിലൊരു സ്പെഷ്യൽ ഇടിച്ചക്ക കൂട്ടാൻ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നോക്കാം. ഇടിച്ചക്ക നൈസായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം ചേർത്തിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. ഇളക്കി കൊടുക്കുന്നുണ്ട്. കുക്കറിൽ അരി വെച്ചിട്ടേ ഉള്ളൂ. സോ കുക്കറിൽ വേവിക്കാൻ ഇപ്പോഴേക്ക് പറ്റില്ല. അതുകൊണ്ടാണ് എടുത്തിരിക്കുന്നത്. അടുപ്പ് കത്തിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. എത്ര സമയം പിടിക്കുമോ എന്തോ. അപ്പോൾ അതവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ അതവിടെ കിടന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിനേക്കുള്ള ബാക്കി മിക്സ് അതൊക്കെ ഒന്ന് റെഡിയാക്കാം. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെല്ലുള്ളി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ പഴുത്ത് പോയി. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഇതൊക്കെ ചതച്ചെടുക്കണം. ചതച്ചെടുക്കാനുള്ള മെറ്റീരിയൽ നമുക്കില്ല. സോ നമുക്ക് അരിച്ചെടുക്കാം. നഖം വെട്ടാത്തത് കൊണ്ട് എളുപ്പമാണ്. നഖം വെട്ടാത്തത് കൊണ്ട് വെളുത്തുള്ളി അരിയാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. ഇതാണ് ചതച്ചെടുക്കേണ്ട സാധനം. സവാള, വെളുത്തുള്ളി, മുളക്. ഇത് നമുക്ക് ചതച്ചെടുക്കാം. ചതച്ചെടുക്കുക വേണ്ടുള്ളൂ. സോ ഇത് മതിയാവും. അപ്പോൾ അതങ്ങനെ റെഡി. അപ്പോൾ ചതച്ചെടുത്തത് റെഡിയായി. ഇതൊരു ചെറിയ പാത്രത്തേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് ഉള്ളി, മുളക്, വെളുത്തുള്ളി ചതച്ചെടുത്തത്. ആ പരിപാടി കഴിഞ്ഞു. ഇത് അകത്തോട്ടെങ്ങനെ കയറിയ മുട്ട് കയറി ഞാൻ തല്ലടിക്കും. നിനക്ക് മുട്ടുണ്ടോ? മുട്ട് വീട്ടിൽ നല്ല കാവൽക്കാരാണ്. കണ്ട, കാവൽക്കാർ ഇവിടെ ഇഷ്ടം പോലെയാണ്, ഇഷ്ടം പോലെ. അപ്പോൾ നമ്മൾ പുറത്ത് വന്ന് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കറിവേപ്പില വേണം. കറിവേപ്പില. അപ്പോൾ കറിവേപ്പില എടുത്തിട്ട് വരാം. ഇത് കാടല്ല, എൻ്റെ വീടിൻ്റെ പിൻഭാഗമാണ്. കറിവേപ്പിലയുടെ കോലം. ഏതുമാതിരി കറിവേപ്പില ഞാൻ എങ്ങനെ എടുക്കും? ഇത് മതി. കറിവേപ്പിലയായി. ഇത് നമുക്ക് മൂപ്പിക്കാൻ ആവശ്യമുണ്ട്. മൂപ്പിക്കാൻ ഇതിങ്ങോട്ട് നോക്കൂ. പാടും. ഒരാൾ നല്ല ഉറക്കത്തിലാണ്. സുഖമാണ്. എന്താ സുഖം. എന്നൊരു മൂലക്ക് കിടന്നാൽ മതി. എന്താണ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു. കാണുന്നില്ലേ? കണ്ണില്ല. ഇപ്പം കാണാണ്ടാവും. സ്വിച്ച് കക്ക എവിടെ?
ഇനിയിപ്പോൾ എന്താ ഉണ്ട്? കടുകോടുണ്ട്. വേറെന്താ ആവശ്യം? വെളിച്ചെണ്ണ അത് മതി. വെന്ത് വരണം. എന്തോ ആവും. ആദ്യമായിട്ടാണ് ഇടിച്ചക്ക കുടുക്കയിലിട്ട് വേവിക്കുന്നത്. എത്ര സമയം പിടിക്കുന്നൊന്നും പെടുത്തല്ല. അതിനി ആവണ വരെ വെയിറ്റ് ചെയ്യണം. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനലിന് വലിയ കടയിൽ പെണ്ണും മോനും എന്നൊക്കെ പേരിട്ടു, പക്ഷെ പെണ്ണിനെ കാണാനില്ല. പെണ്ണ് വീട്ടിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചിങ്ങോട്ടെത്താൻ ആഴ്ചകളോ മാസങ്ങളോ എടുക്കും. അത്രയും ദിവസം വീഡിയോ ഇടലൊന്നും നടക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഡെയിലി വ്ളോഗൊക്കെ ചിലപ്പോൾ ഒറ്റയ്ക്കുള്ള വീഡിയോസൊക്കെ ഇതിൽ കാണേണ്ടി വരും. അപ്പോൾ ഉറക്കം വരുന്നു. ഇതൊന്ന് വേകട്ടെ. ഒരു ചെറിയ പ്രശ്നം പറ്റി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളി ചതയ്ക്കാനില്ല. വെളുത്തുള്ളിയും പച്ചമുളകും മാത്രമേ ചതയ്ക്കാനുള്ളൂ. ഞാൻ എന്തിനപ്പം അതിൽ ഉള്ളിയിട്ട്? എന്തായാലും നമുക്ക് മൂപ്പിക്കാൻ സവാള വേണം. സവാള ഇവിടെ ഉള്ള സവാളയുടെ കോലതാണ്. ഇതൊക്കെ സവാളയാണോ അതോ ചെറുള്ളിയുടെ ഏട്ടനാണോ എന്നാണ് സംശയം. എന്തായാലും ഇത് രണ്ടും എടുക്കാം. ഈ 2 സവാള കുനുകുനാരിയണം. ഓക്കെ. എപ്പോഴും ഇതേപോലെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും. അതിലെന്തെങ്കിലും ഒരു മണ്ടത്തരം കാണിക്കും. ഇതിലിപ്പോൾ സവാള കൂടി ചതച്ച് വെച്ചതിൽ ഉള്ളി ചേർത്ത് വേറെ സവാള അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടേസ്റ്റ് എന്തായിരിക്കും പാടെന്ന് ഒരു പിടുത്തമല്ല. മൈക്കിൻ്റെ വള്ളിയെ മാറി നിൽക്കുക, അല്ലെങ്കിൽ സവാള അരിയുന്നതിൻ്റെ കൂടെ അരിയുന്നതിനെ. സവാള അരിഞ്ഞു തീർത്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഇതേപോലെ എന്തോ ഉണ്ടാക്കിയല്ലോ. അതായിരുന്നു പപ്പായ തോരൻ ഉണ്ടാക്കിയപ്പോഴും ഇതേപോലെ എന്തോ ഒരു മിസ്റ്റേക്ക് ചെയ്തു. പക്ഷേ അന്ന് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇന്ന് എന്തായിരിക്കും പാട് കണ്ടറിയണം. ഏതാണ്ട് വെന്ത പോലെ കാണുന്നുണ്ട്. എങ്ങനെ ടെസ്റ്റ് ചെയ്യും? ഞെക്കി നോക്കിയാൽ മതി. പക്ഷെ ഇതെങ്ങനെ ഞെക്കി നോക്കും? ഒരു 10 മിനിറ്റ് കൂടെ കിടക്കട്ടെ. ഇപ്പം ഇതെന്തായി നോക്കാം. ചൂട് ഇങ്ങനെ വെച്ചിട്ട് നോക്കാം. എന്ത് തീയണയ്ക്കാം. ഇനി ഇതിൽ വെള്ളം ഊറ്റി ആദ്യം ഇതിൽ വെള്ളം ഊറ്റിക്കളയണം. നടക്കൂല. പുള്ളി ഓരോരോ കഷ്ടപ്പാടുകൾ. ഓക്കെ, വെള്ളം ഊറ്റിക്കളഞ്ഞു. ഓക്കെ, ആ പണി തീർന്നു. ഇനി അടുത്ത പണി. ഇത് വെച്ച് ഇത് ഉടക്കണം. ചതച്ചെടുക്കണം. ഈ ക്യാമറയും കൈ പിടിച്ചത് ചെയ്യുന്നതാണ് ഫോട്ടോസൊക്കെ ഇതെങ്ങനെ ചെയ്യാറ്. ആ പോർഷൻ അങ്ങനെ കണ്ടില്ല. ഇനി ബാക്കി പോർഷൻ ഇങ്ങനെ ഉണ്ടാൽ മതി. ഓരോരോ കഷ്ടപ്പാടുകൾ. എന്താ ഇനി തൂമിക്കണം, മീൻസ് മൂപ്പിച്ചെടുക്കണം. ഈ ചട്ടിയിലാണ് നമ്മൾ മൂപ്പിച്ചെടുക്കാൻ പോണത്. ഓക്കെ, ആദ്യം സ്റ്റവ് ഓണാക്കുക. ഇതൊക്കെ രാവിലത്തെ ചായയുടെയാണ് കേട്ടോ.
എന്നിട്ട് വെളിച്ചെണ്ണ, എന്നിട്ട് അല്പം വെളിച്ചെണ്ണ ഓറായി. അതല്ലേലും മാവും ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചാൽ അത് ഓറാം. ഇനി അല്പം കടുക്, കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പില, അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ചേരുവ നന്നായി മിക്സ് ചെയ്യാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ശകലം ഉപ്പ്, ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്നത് ഇടിച്ചക. ഞാനിതെങ്ങനെ ഇടും? ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ മിക്സിങ് വെറൈറ്റി രീതിയിലാണ്. ഐ തിങ്ക് ഈസ് റെഡിയായെന്ന് തോന്നുന്നു. ഇത്ര തന്നെയല്ലേ ഉള്ളൂ, ഇത്ര തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ, ഇത്ര തന്നെ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. തിണച്ചു. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ എന്തും ആദ്യം പരീക്ഷിക്കുന്ന ഒരാളുണ്ട്, അവർക്ക് കൊണ്ടുപോയി ഒന്ന് കൊടുത്തു നോക്കാം. ചോറിന് മുമ്പേ കറി ഒന്ന് ടെസ്റ്റിങ്, ജസ്റ്റ് ഫോർ ഓൺലി ടെസ്റ്റിംഗ് പർപ്പസ്. എനിക്ക് ചോറായിട്ടില്ല, പിന്നെ എനിക്ക് ഒന്ന് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട് പറ. ഉപ്പ്, മുളക്, എരിവ്, പുളി ഒക്കെ ഒന്ന് പല്ലുമിൽക്കാൻ തട്ടാൻ മാത്രം വയ്യ. നമ്മുടെ പല്ലിൻ്റെ കുഴപ്പം തന്നെ ഉള്ളൂ, കൂട്ടാനും കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. അപ്പോൾ യൂസർ റിവ്യൂ കിട്ടി, അടിപൊളിയാണ് എന്നാണ് യൂസർ റിവ്യൂ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കോലം അതിമനോഹരമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇനി അപ്പം കാണാം നമുക്ക്. അങ്ങനെ പണികളൊക്കെ തീർന്നു. സോ ഇതാണ് ഇന്നത്തെ ലഞ്ച്. മട്ടരിച്ചോറ്, നമ്മുടെ ഇടിച്ചക്ക ഉപ്പേരി, ഇന്നലത്തെ മീൻ വറുത്തത്, ഇത് ഇന്നലത്തെ കറിയാണ്, തക്കാളിപ്പുളി. അപ്പോൾ ഇനി ടെസ്റ്റിംഗ് ടൈം. മട ടെസ്റ്റിംഗ് കഴിഞ്ഞു, ഓക്കെ ആയിരുന്നു. ഇനി ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ഡിഷ് എന്താ പാടുക എന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ ടേസ്റ്റിംഗ് ടൈമാണ്, ചെക്ക് ചെയ്ത് നോക്കട്ടെ. കുഴപ്പമില്ല, ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഇങ്ങനത്തെ ഒരു ഇടിച്ചക്ക. ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത്. കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. പെണ്ണെപ്പോഴും ഇങ്ങോട്ട് വരാത്തതുകൊണ്ട് ഇടയ്ക്കൊക്കെ അവളെ കൊണ്ടുള്ള വീഡിയോ എടുക്കൽ നടക്കുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള ഓരോരോ വീഡിയോസായിട്ട് വരാം. ഓക്കെ, അപ്പോൾ ശരി.